നമസ്കാരം, ഞാൻ ഡോക്ടർ അഖിൽ കൃഷ്ണ, എൻഡോക്രിനോളജിസ്റ്റ് കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അമിതവണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഒബീസിറ്റി അസുഖം ഉള്ളതാണ്. അല്ലെങ്കിൽ ഒബീസിറ്റി എന്ന് പറയുന്നത് ഒരു അസുഖമായിട്ട് പലപ്പോഴും കാണാറില്ല, അതൊരു കോസ്മെറ്റിക് കൺസേൺ ആയിട്ടാണ് പലരും നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് തന്നെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ വണ്ണം കൂടുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളും നമുക്ക് വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രമേഹം, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, അതുപോലെ ശ്വാസതടസ്സമൊക്കെ ഈ വണ്ണം കൂടുതലുള്ളവർക്ക് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതുപോലെ ഫാറ്റി ലിവറൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഒന്ന് ഡയറ്റും എക്സസൈസുമാണ്. ഡയറ്റും എക്സസൈസിലും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇന്ന് പുതുതായിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. എസ്പെഷ്യലി നമുക്ക് സെമാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറയുന്ന ഗുളികകളും അതിൻ്റെ തന്നെ ഇഞ്ചെക്റ്റബിൾ ഡ്രഗ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഇഞ്ചെക്റ്റബിൾ സാധനങ്ങൾ ഇന്ത്യയിൽ എത്തിയിട്ടില്ല. അത് വേൾഡ് മാർക്കറ്റിൽ അമേരിക്ക, ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ അവൈലബിൾ ആണെങ്കിലും ഒരു പുറത്തൊക്കെ നല്ല ഡിമാൻഡ് ഉള്ളത് കാരണം ഇവിടെ അത് എത്താൻ കുറച്ചുകൂടി സമയമെടുക്കും. നാലാമത്തെ ചികിത്സാ മാർഗം എന്ന് പറഞ്ഞാൽ ബാരിയട്രിക് സർജറിയാണ്, അല്ലെങ്കിൽ മെറ്റബോളിക് സർജറി എന്ന് പറയും. വെയിറ്റ് കുറയ്ക്കാനുള്ള സർജറികളാണ്. പ്രധാനമായിട്ടും നമ്മുടെ കിംസിൽ ചെയ്യുന്ന 2 സർജറീസ് ലാപ്രോസ്കോപ്പിക് സർജറീസ് ആണ്. ഒന്ന് ലാപ്രോസ്കോപ്പിക് സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയും. അതായത് പ്രധാനമായിട്ടും വയറിൻ്റെ അതിൻ്റെ ഒരു ഷേപ്പ്, അതിൻ്റെ സൈസ് കുറയ്ക്കുന്ന സർജറിയാണ്, ലാപ്രോസ്കോപ്പിയിലൂടെ ചെയ്യുന്ന സർജറിയാണ്. രണ്ടാമത്തത് ഒരു മിനി ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്ന് പറയും. അതായത് നമ്മുടെ കുടലിൻ്റെ സൈസും കുടലിൻ്റെ പൊസിഷനും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സർജറിയാണ്. ഇതെല്ലാം പ്രധാനമായിട്ടും നമ്മുടെ കഴിക്കുന്ന ഫുഡിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും വണ്ണം നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർജറികളാണ്. ഇതിലൂടെ തന്നെ നമ്മുടെ പല ഹോർമോൺസിനെയും അത് മോഡുലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് വണ്ണം കുറയുന്നത്. ഇതിൻ്റെ കൂടെ ഡയറ്റും ഇതുപോലത്തെ എക്സസൈസൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിലുള്ള വണ്ണം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഈ അമിതവണ്ണം ഉള്ളവർക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഡയറ്റും എക്സസൈസും കൂടാതെ ഇത്തരം മെഡിസിൻസിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്കും ഒരുപാട് വണ്ണം ഉള്ളവർക്കും മെറ്റബോളിക് സർജറീസിനെ കുറിച്ച് കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ അമിതവണ്ണത്തിന് എന്ത് ചികിത്സയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. അതിൽ കിട്ടുന്ന വാല്യൂ ആണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യക്കാർക്ക് 23 താഴെയാണ് നോർമൽ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ BMI എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 25 മുകളിലുള്ള ഒരു ഇന്ത്യക്കാർക്കൊക്കെ നമുക്ക് അമിതവണ്ണം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ BMI കൂടുന്തോറും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുകയും ചെയ്യും. ഇപ്പോൾ BMI ഒരു 30 മുകളിലുള്ളവർക്ക് ഈ പറയുന്ന പ്രമേഹം, ബാക്കിയുള്ള രക്തസമ്മർദ്ദമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ BMI 27 മുകളിലുള്ളവർക്കാണ് നമ്മൾ മരുന്നുകൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ BMI 37 മുകളിലുള്ളവർക്ക് ബാരിയാട്രിക് സർജറി കൺസിഡർ ചെയ്യാവുന്നതാണ്. BMI 35 ഓർ മോർ വിത്ത് നമുക്ക് എന്തെങ്കിലും കോമോബിഡിറ്റീസ് അല്ലെങ്കിൽ വേറെ അസുഖങ്ങളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ബാരിയാട്രിക് സർജറി കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ബാരിയാട്രിക് സർജറി ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ അവർക്കുള്ള ബാക്കിയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ എന്ന് പറയും, ശ്വാസതടസ്സം, ഇതൊക്കെ ഫാറ്റി ലിവറൊക്കെ ഈ സർജറിയിലൂടെ തന്നെ മാറും. നമുക്ക് ബാക്കിയുള്ള മരുന്നുകൾ, പ്രമേഹത്തിനുള്ള മരുന്നുകൾ, ഫാറ്റ് ലിവറിനുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയയ്ക്കുള്ള ഈ പറയുന്ന ഈ CPAP പോലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. നിലവിൽ നമുക്ക് പ്രമേഹം തിരിച്ച് നോർമലാക്കാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമുക്കത് വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. വണ്ണം കുറയ്ക്കാൻ ഉള്ള ഏറ്റവും നല്ല മാർഗം ബാരിയാട്രിക് സർജറിയാണ്. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പുതിയ മരുന്നുകളാണ്. ഇത് രണ്ടുമാണ് നമുക്ക് വണ്ണം കുറയ്ക്കാനും ഇത്തരം അസുഖങ്ങളെ നോർമലാക്കി, അതായത് മരുന്നുകളുടെ സഹായമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന 2 ചികിത്സാ രീതികൾ ഇത് രണ്ടുമാണ്: പുതിയ മരുന്നുകളും അതുപോലെ ബാരിയാട്രിക് സർജറി.